ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് നോക്കാം. അപ്പം ഞാൻ രാവിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിന് മുമ്പ് ആഡ് ചെയ്യാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഞാൻ പോകാൻ നേരത്തെ പൂപ്പി ഇപ്പോഴും കരയാറുണ്ട്. അതാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അതേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പം അത്രേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനൊരു 6 കൂടി എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ടോയ്ലറ്റിലേക്ക് പോയി വന്നു. നമ്മുടെ ആമുട്ടൻ ഇപ്പോൾ എഴുന്നേൽക്കും. അപ്പോൾ അതിനേക്കാളും മുമ്പ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അപ്പവും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നോമ്പായതുകൊണ്ട് വെജിറ്റബിൾ കറിയാണ്. അപ്പം ഞാൻ ആമൂസിന് ഒരു അപ്പം ഉണ്ടാക്കി കൊടുക്കണം. ഒരെണ്ണമൊന്നും കഴിക്കില്ല, അതിൻ്റെ പകുതി കഴിച്ചാലായി. പക്ഷേ ആമൂസിന് അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ റേഡിയോയാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ ഈ റേഡിയോ ഓൺ ചെയ്ത് ഇതിനെ പാട്ട് കേൾക്കും. നല്ല രസമാണ് കേട്ടോ. ചില സമയത്തൊക്കെ മലയാളം പാട്ട് ഉണ്ടാവുള്ളൂ, ഉച്ചയ്ക്ക് എന്തായാലും ഉണ്ടാവും. രാവിലെകളിൽ ന്യൂസൊക്കെയാണ് ഉണ്ടാവാറ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു പാട്ടായിരുന്നു, അത് കാരണം ഞാൻ ആ സൗണ്ട് അവിടെ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ അപ്പം ഉണ്ടാക്കുകയാണ് നമ്മൾ. അപ്പമൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ചും കൂടി ലൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ നമ്മുടെ ട്രൈപോഡിൽ ലൈറ്റും കൂടി കൊണ്ട് വെച്ചു. നമ്മുടെ ആമൂസ് ഇപ്പം എഴുന്നേറ്റ് വരും. അപ്പോൾ അതിന് മുമ്പ് വേഗം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. ഇന്ന് പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ പോകുന്നത്, കാരണം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെ പെട്ടെന്ന് തീർത്തിട്ട് വേണം. ലേറ്റ് ആയാലും പോകണം കേട്ടോ ഒന്ന് ഡ്യൂട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഡി ആവുകയാണ്. അപ്പോഴേക്കും ഞാൻ ചായ സെറ്റാക്കി. പിന്നെ ഇവിടെ എല്ലാവർക്കും പാലിന് നോമ്പാണ്, ഞാൻ മാത്രമേ ചായ കുടിക്കാറുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ആമ്പുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആമ്പുട്ടനും കൂടി ഒരുമിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടാണ് അപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ആമൂസിനുള്ള അപ്പമൊക്കെ ഉണ്ടാക്കി ഞാൻ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കുമ്പോൾ ആമൂസ് നോക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ പാട്ട് വെച്ചുകൊണ്ട് ഡാൻസ് കളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആമൂസിന് ഭയങ്കര ഇഷ്ടമാണ് അവളെടുത്തുകൊണ്ട് ഓരോ ഡ്യൂട്ടികളും ചെയ്യണത്. അതുകൊണ്ട് ആമൂസിന് അപ്പം കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു. അപ്പോഴത്തേക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു. നേരെ നന്നായിട്ട് വെളുത്തു കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുളിച്ചൊരു ഡ്രസ്സ് മാറി ലഞ്ചൊക്കെ എടുത്ത് വെച്ച് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പയാണ് ഇന്ന് തന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാറ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ടാറിങ് ഉണ്ട്, എന്നാലും അതിൻ്റെ കൂടെ തന്നെ കോൺക്രീറ്റ് ഇടുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ നട്ട ചെടികളെല്ലാം പറിച്ച് ബാക്കിലേക്ക് ആക്കി. അപ്പോൾ അത് കാരണം പൊടിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്രണ്ടിലുള്ള സാധനങ്ങളൊക്കെ ബാക്കി കൊണ്ട് വെച്ചു. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ബസ് വന്നു. ഞാൻ എല്ലാ ദിവസവും KSRTCയിലാണ് പോകാറ്. അതാകുമ്പോൾ വലിയ തിരക്കും ഉണ്ടാവില്ല, എല്ലാ സ്റ്റോപ്പിലും നിർത്തൂല്ല. അപ്പോൾ അത് കാരണം ഫ്രണ്ടിലെ സീറ്റ് തന്നെ കിട്ടി കേട്ടോ. അങ്ങനെ അത് നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോവാണ്. എൻ്റെ ഡിസ്പെൻസറി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുത്തെ ശക്തനിൽ നിന്ന് ബസ് കയറി. പിന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ഡിസ്പെൻസറി. ഇന്ന് ഡോക്ടർ ഇല്ല, ഡോക്ടറുടെ ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷേ വേറെ ഒരുപാട് പണികളുണ്ട്. കാരണം നമുക്കൊരു ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫയലും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയില്ല. അപ്പോൾ ഞാൻ രാവിലെ ചെന്ന വഴി വേഗം തന്നെ എഴുതി വയ്ക്കാം. അതുകൊണ്ട് വേറെ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. നമ്മൾ ചെന്ന വഴി തന്നെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അതായിരുന്നു ഇവിടുത്തെ ഇന്നത്തെ മെയിൻ പരിപാടി. കുറേ രജിസ്റ്ററുകൾ എഴുതാനുണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു പരിപാടി. അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് 2 മണിക്കാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ യോഗ ടീച്ചറുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാമെന്നുണ്ട്. ആളാണ് കൊണ്ടുവിടുന്നത്. കാരണം എനിക്ക് വേഗം ചെന്നിട്ട് SBIയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഞാനൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് പുതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ അവർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നിട്ട് വീട്ടിൽ പോയിട്ട് വേണം ഇൻഷുറൻസിൻ്റെ സംഭവങ്ങൾ എടുക്കാനായിട്ട് പോകാൻ. അപ്പോൾ പാസ്ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ സിമ്മുള്ള ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോൺ എടുക്കണം. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബാങ്ക്. അപ്പോൾ ഞങ്ങൾ റൗണ്ടിൽ കൂടെ പോകുമ്പോൾ ചേച്ചി കൂടെ ചേച്ചി ഞാൻ വീഡിയോ എടുക്കുക, ചേച്ചി നോക്കുമെന്ന് പറയുന്നത്. ചേച്ചി നീ റൗണ്ടും കൂടി വീഡിയോ എടുക്കടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ചേച്ചി വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ എന്നെ കൊണ്ടാക്കി. ആൾക്ക് എംപ്ലോയ്മെൻറ്റ് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഞാൻ മണ്ണൂത്തി ബസ് കയറി അങ്ങനെയാണ് പോവാറ്.
അതുകൊണ്ട് ഞാൻ മണ്ണൂത്തിയിൽ ബസ്സിൽ കയറി വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു KSRTC വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും KSRTCയിൽ പോകാനാണ് ഇഷ്ടം. നമ്മൾ വലിയ തിരക്കില്ല, സമാധാനത്തിൽ പോവാം. അങ്ങനെ ഈ സീറ്റൊക്കെ കിട്ടിയപ്പോൾ നല്ല കൂളായിട്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല രസത്തിൽ പോവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാനും പപ്പയും ആമൂസിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബാങ്കിൽ പോയപ്പോൾ ആമൂസിന് ഞാനൊരു ടോയ് വാങ്ങണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂടി കൊണ്ടുവന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആമൂസിനെയും കൊണ്ട് പോയി. പക്ഷേ മഴയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടോയ് ഒന്നും വാങ്ങിയില്ല. പെട്ടെന്ന് തന്നെ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ സെറ്റാക്കി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു മഴ കിട്ടി. അപ്പോൾ ഞാൻ ആമൂസിന് പുതിയൊരു കുട വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ വ്ളോഗ് ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ കുടയിൽ ആമൂസിന് ആദ്യത്തെ മഴ നനയ്ക്കുകയാണ്. എൻ്റെ മഴക്കിൻ്റെ പോപ്പി, എൻ്റെ മഴക്കിൻ്റെ പോപ്പിക്കൂടാ, എൻ്റെ മഴക്കിൻ്റെ പോപ്പി, എൻ്റെ മഴക്കിൻ്റെ പോപ്പിക്കൂടാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ എഴുന്നേറ്റു കേട്ടോ. 5 മണിയായപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞു. നല്ല മഴയത്ത് നല്ല ചൂട് കാപ്പിയും അതുപോലെ തന്നെ നല്ല നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് നല്ല കാന്താരി ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അങ്ങനെ ഞാനിവിടെ ചായ ഉണ്ടാക്കി. അതുപോലെ തന്നെ അപ്പോഴത്തേക്കും മമ്മി ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ചമ്മന്തി എപ്പോഴും പിക്കുവിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പിക്കുവാണ് കേട്ടോ ഉണ്ടാക്കുക. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞങ്ങളിതാ ഫ്രണ്ടിൽ പോയിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ചത്. വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും റോഡ് പണിക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ ഇതാണ് കേട്ടോ ഞാൻ കഴിക്കെടുത്തത്. ആമൂസ് കുറച്ച് കഴിച്ചോളൂ. ആമൂസിന് അങ്ങനെ ഫുഡിങ് പരിപാടി തീരെയില്ല. അതുകൊണ്ട് തന്നെ ഒരു തുണ്ടിൽ 1 വായോ 2 വായോ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറേ പണികളുണ്ടായിരുന്നു. അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തു. കാരണം നന്നായിട്ട് പൊടിയായിട്ടുണ്ടായിരുന്നു വീട് പണി പോട്ടെ റോഡ് പണി കാരണം. അപ്പോഴേക്കും ആമൂസ് ഇവിടെ ഇരുന്ന് ഞാൻ ആമൂസിനെ എടുത്ത് കളിപ്പിച്ചിട്ടാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ അടിച്ച് വരാൻ തുടങ്ങിയത്. ഇങ്ങനെ കുറേ സാധനങ്ങൾ കളിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ കളിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും എടുക്കാൻ പറയും. അപ്പോൾ ഞാൻ ഈ സംഭവത്തിൻ്റെ ബാറ്ററി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ ആൾക്കതൊരു പുതുമയായിട്ട് തോന്നി. അപ്പോൾ ഓരോ സാധനങ്ങൾ അധികം നേരം കളിക്കുകയില്ല. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ എള്ള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ കുറേ എള്ള് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു എള്ളുണ്ടി ഉണ്ടാക്കി നോക്കാം. ഇന്ന് ട്രെയിലറായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നാളെ സെറ്റാക്കി ഉണ്ടാക്കാണ്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സെറ്റായിട്ട് ഞാൻ എന്ത് സാധനങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കുകയുള്ളൂ. കാരണം എപ്പോഴും അങ്ങനെ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മമ്മി നല്ല ചീത്ത പറയും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എള്ളെടുത്ത് ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചിരവിയതും കുറച്ചിട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും ഇവിടെ അവിയൽ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഉണ്ടാകുന്ന സമയമൊക്കെ ഞാൻ എപ്പോഴും മിക്ക ദിവസം അവിയലാണ്. എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അവിയൽ മമ്മി റെഡിയാക്കാൻ വെച്ച് എന്നോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്നിട്ട് തേങ്ങയും വെള്ളം കൂടി ഒരുമിച്ച് ഒന്നും കൂടി ചൂടാക്കിയ ശേഷം നമ്മൾ ചൂടാറിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് പൊടിച്ചെടുക്കുന്നു. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സംഭവം സെറ്റായിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബാക്കി പിറ്റേ ദിവസം ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഞാൻ കുറേ എള്ള് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എള്ളുണ്ടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടിപൊളി കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. എള്ള് ജസ്റ്റ് ചൂടാക്കുക. അതുപോലെ തന്നെ തേങ്ങ ചിരവിയതും ചൂടാക്കിയിട്ട് രണ്ടും കൂടി മിക്സിയിൽ ജാറിലിട്ട് പൊടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ജസ്റ്റ് ഉണ്ടകൾ ഉരുട്ടുക. കിടിലൻ ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോഴത്തേക്കും നമ്മുടെ അവിയൽ സെറ്റ് ആയി വന്നിട്ട് അപ്പോൾ അവിയലിലേക്ക് നമ്മൾ തൈരും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് അവിയലും സെറ്റാക്കി. അപ്പോൾ വൈകുന്നേരം അവിയലുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി മാങ്ങ അച്ചാർ മമ്മി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു. നോമ്പായതുകൊണ്ട് തന്നെ കുറേ ദിവസത്തേക്ക് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇതാണ് എള്ളുണ്ട. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ കുറച്ച് വെള്ളം ഞാൻ പറയില്ലേ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആമൂസിന് ഫുഡ് കൊടുക്കാൻ ഞാൻ കൊണ്ടിരുത്തി. ഫുഡ് കഴിച്ച കോലാണ് നിങ്ങൾ കാണുന്നത്. ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ മേത്തും വഴിയിലും നിലത്തൊക്കെ ആക്കും. ഒന്നും കഴിക്കില്ല എന്ന് മാത്രം. പിന്നെ മെയിൻ പരിപാടി ആൾക്ക് ഈ ബോട്ടിൽ പിടിച്ച് കളിക്കലാണ്. ഇഷ്ടമാണ് അതിൽ വെള്ളം കുടിക്കാനായിട്ട്. അതൊക്കെയായിരുന്നു ആമൂസിൻ്റെ പരിപാടി. ഇനി ആമൂസിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ആമൂസിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി. ആമൂസിനെ ഉറങ്ങാൻ പോവാണ് കേട്ടോ. ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ ബാറ്ററി ഇട്ട് കൊടുത്തേ പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഡേയുടെ വിശേഷങ്ങൾ. കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.